അയ്യോ ഇവള് എന്തോന്ന് കാണിക്കണേ? നിർത്തടി എന്തോന്ന് കാണിക്കണമെന്ന് പറ. എന്തോന്ന് കാണിക്കുന്നു? പൊടി. ദൈവമേ, ആണൊരുത്തനായ പ്ലസ് ഭർത്താവായി എന്റെ മുഖത്ത് നോക്കി ഇവള് പറയുന്ന കേട്ടാ പോടിന്ന്. എടി മിനി, നീ ഒരു പോടി വിളിച്ചാൽ 1000 പോടി വിളിച്ചാൽ നിന്നെ ഞാൻ തോപ്പിക്കും കേട്ടടി. പോടി ചൂല അറിയടി. വാ, പെണ്ണൊരുത്തി പ്ലസ് ഭാര്യയായ എന്റെ മുഖത്ത് നോക്കി നെഗറ്റീവ് വിളിച്ചാട്ടാ ചൂലെന്ന്. എത്ര ധൈര്യം ഉണ്ടായിട്ട് ഇയാൾ എന്നെ അങ്ങനെ വിളിച്ചത്? പിന്നെ എന്റെ കയ്യിൽ ചൂലല്ല, പിന്നെ അമ്മ കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന. പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ട് കയറി പോന്ന്? ഇത് കണ്ടല്ല ബോർഡർ. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ തനി സ്വഭാവം ഞാൻ ഭയങ്കര ബോർഡർ തന്നെ. പാകിസ്ഥാൻ ബോർഡർ ഒന്നും അല്ലല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവരെത്രയോ ഭേദം. ഒളിഞ്ഞിരുന്നുള്ള ആക്രമണമല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ കയറും. എന്റെ വീടാകുമ്പോ ഞാൻ കയറും. ഇനി ഇങ്ങോട്ടേക്കാണ് വന്ന ഈ ഞൗക്ക 2 കാലും വെട്ടിയേറി ഞാൻ തോരൻ വെക്കും. അയ്യോ, ഞവക്കാല ദൈവമേ, ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ കഷ്ടപ്പെട്ട് തിന്നാൻ കൊണ്ട് കൊടുത്തിട്ട് എന്റെ ഈ കാലും കൂടെ അവക്ക് തിന്നാൻ വേണമെന്ന്. ഇന്നാടി തിന്നടി കാല്. തിന്നാൻ കൊണ്ടുവന്ന കാര്യം നിങ്ങൾ പറയരുത്. ചിക്കൻ തിന്നെ ആഗ്രഹം കൊണ്ട് ഇച്ചിരി മേടിച്ചറിഞ്ഞേന്ന് പറഞ്ഞപ്പോ ചിക്കൻ തിന്ന് കുനിഞ്ഞു നിന്നാ ചിക്കൻ കുനിയാ വരുമെന്ന് പറഞ്ഞ പറ്റിച്ച മനുഷ്യല്ലേ നിങ്ങൾ. മിനി, നീ ചിക്കന്റെ കേസ് വിട്. കഴിഞ്ഞ മാസം 15-ാം തീയതി എന്റെ പിറന്നാളല്ലായിരുന്ന? നീ നിന്റെ കൈ കൊണ്ട് എനിക്ക് എന്ത് തന്നു? പറ. മണ്ട വളക്കെ ഒരു അടി തന്നത് മറന്നുപോയായിരുന്നു. അത് സ്ഥിരം എനിക്ക് കിട്ടുന്ന സംഭവമാണല്ലോ. അത് വലിയ പുത്തരിയൊന്നുമല്ലല്ലോ. നിങ്ങൾ എണ്ണിക്കോ. പിന്നെ ഞാൻ നിനക്ക് പിന്നെ നിങ്ങൾ എണ്ണിക്കോ. 2, 3, 4, 5, 6 തലകറങ്ങണം. കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ എണ്ണി വെച്ചോ. ഇനി കൃത്യം 6 മാസമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഡിവോഴ്സ് മേടിക്കും. എനിക്ക് എണ്ണാനൊന്നും പയ്യ. ഞാൻ കലണ്ടറിൽ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ടിക്കുന്നെങ്കിൽ ടിക്കിക്കോ. വിത്തിൻ 20 hours ഈ വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ പേര് നിങ്ങളെ പട്ടിക്കിട്ടോ. പട്ടിക്കിട്ടോളാം. ഡിവോഴ്സ് മേടിച്ചിട്ട് ഒരു പെണ്ണ് അന്തസ്സോടായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു. എനിക്ക് അതിനടി പറയാനുള്ളൂ. എടി, ഡിവോഴ്സ് വാങ്ങിക്കുന്നവരെ ഞാൻ ഒറ്റക്കാലിൽ നിന്ന് തപസ് ഇടി. പിന്നെ 2 കാലം അടുപ്പിച്ച് വെച്ച് 5 മിനിറ്റ് നിലയെ ബീഫ് അടിച്ച് താഴെ നാളെ ഒറ്റക്കാലം നീ നോക്കിക്കോ. ഈ ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെക്കാളും കിടലൻ ഗ്ലാമറുള്ള പെമ്പിള്ളേരെ ഞാൻ ഇവിടെ കൊണ്ടുവരൂടി. നീ നോക്കിക്കോ. അന്തസ്സായിട്ട് താണ്ട എന്റെ ഗ്ലാമർ കുട്ടി വിളിക്കണം കണ്ട. ഹലോ എടി രമണി, നീ ധൈര്യമായിട്ട് വന്നോ? വൈകുന്നേരം 6 മണിക്ക് കയറിയോ? അവളെയൊക്കെ ഇവിടെ ആരും മൈൻഡ് ചെയ്യണ്. നീ കയറി വാങ്ങച്ചേ. നമുക്കിവിടെ അർമാദിക്കാൻ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട്. എന്തടി ഞെട്ടാത്തത്? എന്ത് ഞെട്ടാത്തത്? എന്തിനു ഞെട്ടണം? ബാറ്ററി തീർന്ന ടിവിയുടെ റിമോട്ട് നിങ്ങളുടെ ചെവി വെച്ച് കാര്യം പറഞ്ഞാൽ ഞാൻ എന്തിനു ഞെട്ടണം? ഡയലോഗ് കറക്റ്റ് ആയിരുന്നു. ആക്ഷൻ പ്രോപ്പർട്ടി ചതിച്ചു. എവിടെ കേറിക്കൊണ്ട് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഈ ഇതിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിയും. അയ്യോ, നമ്മുടെ മാമ സോമ മാമ. എന്താടാ ആരോ പറഞ്ഞ് എന്റെ എൻട്രിക്ക് ഭയങ്കര ചിരിയായിരിക്കുന്നു. ആടന്ന് കരയുന്ന 2 മാമ എന്റെ റൂമിലോട്ട് എടാ, 2 കൂടി ഇങ്ങനെ പിടിക്കാൻ ഞാൻ ഒടിഞ്ഞു വീണ ഉണക്ക കമ്പല്ല. ഇങ്ങനെ ഇട്ട് വലിക്കരുത്. വലിച്ചാ പറഞ്ഞിരിക്കും 2 പേരുടെ കയ്യിലോട്ട്. ഞാനിവിടെ അനുഭവിക്കുന്ന മാമൻ അറിയാമോ? ഞാൻ എന്താ ഇവിടെ അനുഭവിക്കുന്നത് മാമൻ അറിയാമോ? മാമനെ ഇട്ട് ഇങ്ങനെ കുലുക്കാതെടി. മുടി പിറകിലോട്ട് പോവും, പല്ല് മുന്നിലോട്ട് പോവും, കല്ല് താഴോട്ട് പോവും. മനസ്സിലായില്ല. വെപ്പ് മുടി, സെറ്റ് പല്ല്, മൂത്രത്തി കല്ല്. പ്രശ്നമായിട്ടാണോ മാമൻ വന്നേ? എടാ, എന്റെ പ്രശ്നം പോട്ടെ. ഇവിടെ നിങ്ങൾ എന്താണ് പ്രശ്നം? നാട്ടിലൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കണം ഈ കാര്യങ്ങള്. അവനോട് പറയാമല്ലോ. വയ്യ, ഇനി വയ്യ, ഞാൻ മടുത്തു പോവാ. കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചു ആയപ്പോ താണ്ട അവള് മടത്തി പോണം. നീ ഏത് മടത്തിലടി പോണത്? മടുത്തു പോവാ. എനിക്ക് ഇങ്ങനെയായിട്ടുള്ള ജീവിതം മടുത്തു പോവാ മാമ. അതെന്താടി മടുക്കാൻ? എന്താ കാരണം? എന്താന്ന് നീ പറ. എന്തോ കാരണമില്ലാത്ത എന്താ? ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ വീട്ടുകാർക്കും കുറ്റവാ. എടി, ഇതിനു വേണ്ടി കുറ്റം പറയാൻ നിന്നി വല്ല ശരിയും ഉണ്ടോ? ഇല്ലല്ലേ? അപ്പൊ അതല്ലേ കറക്റ്റ്. വെക്കുന്നത് എന്തുവാ? ഞാൻ എപ്പ കണ്ട നേരവും പെണ്ണുങ്ങളെ ഫോൺ ചെയ്യും. 100 ദിവസം ഒരു 100 കണക്കിന് പെണ്ണുങ്ങളെ നിങ്ങൾ ഫോൺ ചെയ്യുന്നത്. ചോദിക്കും മാമ, ചോദിക്ക്. ഒരു 2 നമ്പർ എനിക്ക് ചോദിക്കാൻ പറഞ്ഞു. നമ്പർ ചോദിക്കുന്ന കാര്യമാണോ? എന്തിനാ പെണ്ണുങ്ങളെ വിളിക്കുന്നതിന് ചോദിക്കുക. ഇന്നലെ കൂടി അപ്പുറത്തെ സൂരജെ വിളിച്ച്. എന്തിനാണ് ആ പെണ്ണിനെ വിളിച്ച് സുരജയെ വിളിച്ചത്? മാമ, സുരജയ്ക്കാണെങ്കിൽ മറ്റേ പച്ചക്കറി വിത്തിന്റെ കച്ചവടം ഉണ്ടല്ലോ. കുറച്ച് പച്ചക്കറി വിത്ത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മട്ടുപ്പാവിലിട്ട് കൃഷി ചെയ്തിട്ട് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കഴിച്ചുകൂടെ? മട്ടുപ്പാവി കൃഷി ചെയ്യാനല്ലേ? ഓടിട്ട വീട്ടിൽ എവിടാ മട്ടുപ്പാവ്? ഞാൻ സുലജ ഒന്നും കൂടെ വിളിക്കട്ടോ. എന്തിന്? ആ വിത്ത് ഇവിടെ പാവാൻ പറ്റൂലെന്ന് പറയാം. അല്ല, നീ ഇങ്ങനെ പിടിച്ചപ്പോ താരുന്നില്ലെന്ന് തല. ഞാൻ പറഞ്ഞില്ല ഇത് വെപ്പുമുടിയാ. ഇങ്ങനെ ഇട്ട് അയച്ചു കഴിഞ്ഞാൽ താഴെ പോവും. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നമ്മാവ, ഇങ്ങനെ ഒന്ന് കാരണം ചോദിച്ച് ഉപദേശിക്ക്. എടാ,
പുണ്യജന്മങ്ങൾക്ക് കിട്ടുന്ന പൂർവ്വജന്മ സുഹൃതമാണ് നന്മയുടെ ഗുണനിലവാരമായി നമ്മുടെ മകൻ വിഷ്ണു. വിഷ്ണു മാമാ നീ ഈ പനിനീർ പൂവിനെ പിച്ചി ചീന്തി അല്ലേടാ? വന്നേ. ഇവിടോട്ട് വരുന്നതിന് മുമ്പ് ഷോർട്ട് വീഡിയോ എല്ലാം കണ്ടില്ലയോ? ഇങ്ങനാണോ ഞാൻ പറഞ്ഞത്? കാണാതെ പറയാതെ ഞങ്ങളുടെ ജീവിതത്തെ പറ്റി എന്തെങ്കിലും ഒന്ന് പറ. അങ്ങനെ ഗുണദോഷിക്ക്. ഈ കുടുംബം എന്ന് പറഞ്ഞില്ലേ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആടാ അത്? ആരത് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞ ആരത്? ആരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞേ. ഇല്ലല്ല അമ്മ. ഇല്ലല്ല അമ്മ. മാമന്റെ വായിന്ന് അങ്ങനെ വരൂല അത്. ഞാൻ പറഞ്ഞതാണ്. ഇല്ല, ആടാ അത്? അയ്യോ, ആ സാധനം ഞാൻ പറഞ്ഞതാണ്. ഞാനല്ലേ അത് പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞതാണ്. ഇല്ല മാമ പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞതാണ്. മാമനാണോ പറഞ്ഞ? പിന്നെ ഒരു മിനിറ്റ് എന്ത് റെക്കോർഡ് ചെയ്യുന്നത്? പറ മാമ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. സോമൻ 75 വയസ്സ്. ആദ്യം അത്രേ ഉള്ളൂ. എന്താണ് ഇത്? കുടുംബ വഴക്കുകൾ കൂടുമ്പോഴേ ഇങ്ങനെയുള്ള സാധനം ഫ്രഷാണ്, അതുകൊണ്ടാണ്. ഇത് കേട്ടിട്ടില്ല ഇതുവരെ? ഇല്ല, ഇത് കേട്ടിട്ടില്ല. അമ്മാവാ ഞാൻ പറയും, എപ്പോഴും ഈ അടുക്കള കിടന്ന് ഞാൻ ഇറങ്ങുമല്ലോ, വല്ലപ്പോഴും ഒന്ന് വെളിയിലോട്ട് കൊണ്ടുപോകുന്നത് തെറ്റാണോ? എടാ, അത് നീ എപ്പോഴും ജോലി എന്ന് പറഞ്ഞോടാ എവിടെങ്കിലും ഒക്കെ കൊണ്ടുപോടാ. അങ്ങനെ പറ്റുമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, മറ്റേ സൈഡിലോട്ട് പോണ ലിഫ്റ്റിലൊക്കെ പോയി ലുലുമാളിലൊക്കെ പോയിട്ട് വാ. സൈഡില് ഒരു ഇങ്ങനെ ലിഫ്റ്റ് തുറന്ന് നമ്മൾ അതിന്റെ അകത്ത് കയറുമ്പോൾ ഞണ്ട് കണക്കൊരു സാധനം പോവുമല്ലോ. മെട്രോ നിന്റെ അമ്മാവനാണ് ടെക്നോളജിയുടെ വളർച്ചയൊന്നും അറിഞ്ഞില്ല. കഷ്ടം തന്നെ. എന്തൊരു ഫാമിലി അടി ഇത്. ആരാ ഈ ടെക്നോളജിയുടെ കാര്യം പറയുന്നത്? കല്യാണം കഴിഞ്ഞ എന്റെ അമ്മ എനിക്കൊരു മിക്സി കൊണ്ട് തന്നു. ആ മിക്സിയുടെ ജാറിനകത്ത് സോപ്പൊടി ഇട്ടി തോർത്ത് കഴിയാൻ ഞാൻ ചോദിച്ച എന്താ? മിനി വാഷിംഗ് മെഷീൻ. മിനി വാഷിംഗ് മെഷീൻ ഇല്ലേ ടെക്നോളജി? അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? ഇല്ലേ? ചുമ്മാ പറയണോ അവള്? കല്യാണം കഴിഞ്ഞ എന്റെ 3 പട്ടിക്കാട്ടിൽ നിന്ന് വന്ന ഇവള് AC തിയേറ്റർ കണ്ടിട്ടില്ലല്ല. നമ്മുടെ നാട്ടിൽ AC തിയേറ്ററിൽ ഞാൻ ബാഹുബലി സിനിമ കാണാൻ കൊണ്ടുപോയി മാമ. ശരിയാ, ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ പോകുന്നുള്ള ശരിയാ. സിനിമ കഴിഞ്ഞിട്ട് സ്ക്രീനിന്റെ ബാക്കിലോട്ട് ഒരു ഓട്ടോ ഓടി ഇവള്. പ്രവാസിന്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനെന്നും പറഞ്ഞു. നീ ഭൂലോക തോൽവിയായിട്ട് ഇങ്ങനെ വരുന്നേ. അവരൊക്കെ ഹൈദരാബാദിൽ ഉള്ളവരല്ലേ? സിനിമ തീർന്നപ്പോ തന്നെ അവര് ശബരി കയറി പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണ്ടേ മാമ? അതെങ്ങനാ? നിങ്ങളുടെ ഓരോ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. ആരത്? അതാരാ? അത് ഞാനാ പറഞ്ഞേ. അയ്യോ, ഇപ്പഴും ഞാനാ അത് പറഞ്ഞ മക്കളാ. എടാ ഞാനല്ലേ ഇപ്പൊ ഞാനല്ലേ അത് പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ലേ? മാമന്റെ വരൂല അങ്ങനത്തെ ഒന്നും. ദൈവത്തിനാണ് സത്യം. അത് ഞാൻ പറഞ്ഞ സാധനമാണ്. ഉറപ്പ് സാധനം. ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും ഇരിക്കും. സോമൻ 65 വയസ്സ്. 75 നേരത്തെ 75 ആയിരുന്നു. സാധനം കേറുന്നുണ്ട്, അതുകൊണ്ട് മാമ ആദ്യം ഇവിടോട്ട് ഇരിക്കും. ഞാൻ ഒരു ചായ അനത്തി തരാം. മാമന്റെ കുട ഇങ്ങനെ ഞാൻ കൊണ്ടുപോയി. മാമന്റെ കുട ഞാൻ കൊണ്ടുപോയിക്കും. മാമന്റെ കൂടെ ഞാൻ മാമന്റെ കുട ഞാൻ കൊണ്ട് എന്റെ മാമന്റെ കുട അല്ല, കുടലല്ലേ എടുക്കും. ഇങ്ങോട്ട് മാമന്റെ കുട ഇങ്ങോട്ട് കൊണ്ടുവരാൻ. കുട ബ്രോ ബ്രോ കുട കം ബ്രോ ബ്രോ കുട തീരുമാനം ഉണ്ടാക്ക്. 6 മാസത്തിനകം ഞങ്ങൾക്ക് ഡിവോഴ്സ് ആവും. കുഞ്ഞിനെ എനിക്ക് വേണം. ആമാ കൊച്ചെന്റേതാണ്. മനു എന്റെ ആണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. മണുവാ? മനു എന്റെ ആണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. കുഞ്ഞിനെ എനിക്ക് വേണം. കുഞ്ഞിനെ എനിക്ക് വേണം. കുഞ്ഞിനെ എനിക്ക് വേണം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. എന്റെ കൊച്ചാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. മാമ അടി കൊണ്ട് ചുരുളേ മാമ. നീ അല്ല മാമനല്ല, എവളെ അടി കൊണ്ട് ചുരുളും. കുഞ്ഞിന്റെ കാര്യം തീരുമാനം ഉണ്ടാക്കും. കുഞ്ഞിന്റെ തീരുമാനം വേണ്ട. ഞാനൊരു ഉഗ്രൻ തീരുമാനം തരാം. ഇത് അവിലൊക്കെ ആണെങ്കിൽ നമുക്ക് പങ്കിട്ടെടുക്കുക. ഇതൊരു കുഞ്ഞല്ലേ? നിങ്ങൾ എന്തോ ആയാലും ഇനി ഒരു വർഷവും കൂടി ഒന്നിച്ചങ്ങ് ജീവിക്ക്. നേരവോ? അന്നേരം ഒരു കൊച്ചുകൂടി ആവുമല്ലോ. അപ്പൊ പങ്കിടാൻ എളുപ്പം. ഒരു കൊച്ചിനെ എന്തിനാമേ? ഒരു കൊച്ചിനെ യവ എടുക്കട്ടെ, ഒരു കൊച്ചിനെ നീ എടുത്തോ. പ്രശ്നം തീർന്നില്ലേ? ഇവിടെ ചിന്തിക്കടേ കാരണവന്മാര് പറയണ കേക്ക്. പങ്കിടാണെങ്കിൽ മാത്രം. മാമ പറഞ്ഞത് സംഭവം ഓക്കെയാണ്. പക്ഷെ ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നം കിടപ്പുണ്ട്. ഈ 3ാമതൊരുത്തൻ കിടപ്പുണ്ടല്ലോ, അവനെ വെളിയിലാക്കണ്ടേ? കൊച്ചി ഇറക്കനല്ലേ അവൻ പറഞ്ഞ ചന്തിക്ക് 2 കിഴക്കും ഞാൻ കൊണ്ടുപോക്കണം. ഇല്ല അവന്റെ കാര്യമല്ല. പിന്നെ ഞാൻ സ്വർഗത്തിലെ കട്ടറും പാറ്റി ഇവിടെ നിൽക്കിയല്ലേ? ഇതാണ് പ്രായമുള്ളവര് പറയുന്നത്. പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നാൽ പൂരായണ പൂരായണ. അതാരാ പറഞ്ഞത്? അത് ഞാനല്ലേ? 3ാമത് ഞാനാ. അമ്മയാണ് മാമന്റെ വായില്ല കണ്ടോണ്ടിരിക്കണം. ഞാനല്ല ആ സാധനം പറഞ്ഞത്. അല്ല, മാമനാ പറഞ്ഞത്. റെക്കോർഡ് ചെയ്യുന്നില്ലേ? മാമ ഇതൊന്നും റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല മാമ. എന്താ കാരണം ഈ സിറ്റുവേഷൻ ഇതാണ്. വിഷ്ണു മാമ, വിഷ്ണു. ഓ